PMC പദ്ധതി തുടരുന്നതിൽ മുന്നണിയിൽ ആശയക്കുഴപ്പം. ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ കേരള മോഡൽ അവതരിപ്പിക്കണമെന്നാണ് ഒരു വിഭാഗത്തിന്റെ ആവശ്യം. എന്നാൽ പദ്ധതി പൂർണ്ണമായും ഒഴിവാക്കണമെന്നാണ് ലീഗ് MLA-മാരുടെ നിലപാട്. PMC കരാർ റദ്ദാക്കാൻ കോടതിയെ സമീപിക്കണോ എന്ന് മന്ത്രിസഭാ ഉപസമിതി തീരുമാനിക്കുമെന്ന് മന്ത്രി N. ഷംസുദ്ദീൻ പറഞ്ഞു. ജാള്യത മറയ്ക്കാനാണ് പ്രതിപക്ഷത്തിന്റെ ലക്ഷ്യമെന്നും N. ഷംസുദ്ദീൻ. എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ ഗവൺമെന്റ് ചെയ്തു വെച്ചിരിക്കുകയാണ്, ഒപ്പിട്ടിരിക്കുകയാണ്. ഒപ്പിടുക എന്ന് പറഞ്ഞാൽ ഏകപക്ഷീയമായി കേന്ദ്രത്തിന് എല്ലാ അവകാശവും കൊടുത്തുള്ള ഒരു കരാറിലാണ് ഒപ്പുവെച്ചത്. പുതിയ സർക്കാരിന് റദ്ദ് ചെയ്യാൻ എവിടെയാണ് അതിൽ ഓപ്ഷൻ ഇല്ല. ഞങ്ങളത് എന്ത് ചെയ്യാൻ പറ്റുമെന്നേ നോക്കുന്നുള്ളൂ. അടിയന്തര പ്രമേയത്തിന് മറുപടി പറഞ്ഞതിന് രാജ്യത്ത് പ്രതിഷേധം നടത്തിയ പ്രതിപക്ഷം കേരളത്തിലുണ്ടാവും. അപ്പം അത് അവർ ചെയ്തു വെച്ച സംഗതികളിലുള്ള ജാള്യത അത് മറക്കാനാണ് ഇപ്പോഴത്തെ ഈ പ്രചരണങ്ങളൊക്കെ. സത്യത്തിൽ ഞങ്ങൾ പുതുതായിട്ടൊന്നും ചെയ്തിട്ടില്ലല്ലോ, ഞങ്ങൾ പരിശോധിക്കുന്നല്ലേ ഉള്ളൂ. ഈ ഗവൺമെന്റ് വന്നിട്ട് ഒരു മാസമല്ലേ ആയിട്ടുള്ളൂ. BS ശ്രീജിത്തുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. BS ശ്രീജിത്ത്, PMC-യിൽ അവ്യക്തത തുടരുകയാണോ? ഒരാശയക്കുഴപ്പം? ഡോക്ടർ അരുൺകുമാർ, PM-ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് UDF-നകത്തും സർക്കാരിനകത്തും ഇപ്പോഴും ആശയക്കുഴപ്പം നിലനിൽക്കുന്നുണ്ട്. PM-ശ്രീ കരാറിൽ നിന്ന് എങ്ങനെ പിറകോട്ട് പോകാം, അങ്ങനെ പിറകോട്ട് പോയാൽ സർക്കാരും കേന്ദ്ര സർക്കാരും തമ്മിലുള്ള ബന്ധം വഷളാകുമോ, കേന്ദ്ര സർക്കാരിൽ നിന്ന് വിദ്യാഭ്യാസ വകുപ്പിന് കിട്ടേണ്ട ആനുകൂല്യങ്ങളും തുകകളും കിട്ടാതെ വരുമോ, അത് വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് പോകുമോ തുടങ്ങിയ കാര്യങ്ങളിലാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാരിന് ആശങ്കയുള്ളത്. എന്നാൽ അവർക്ക് മുകളിൽ ഒരു വലിയ രാഷ്ട്രീയ സമ്മർദ്ദം നമുക്ക് എല്ലാവർക്കും അറിയാം. PM-ശ്രീ പദ്ധതിയെ കോൺഗ്രസും ലീഗും UDF ഒന്നാകെയും വലിയ തോതിൽ എതിർത്തിരുന്നു. പ്രതിപക്ഷത്തിരുന്നപ്പോൾ എടുത്ത ആ നിലപാട് ഭരണപക്ഷത്ത് വന്നപ്പോൾ, ഭരണത്തിൽ വന്നപ്പോൾ മാറ്റേണ്ടി വരുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം ഒരു വലിയ പ്രതിസന്ധിയായി വിദ്യാഭ്യാസ വകുപ്പിന് മുകളിലും സർക്കാരിന് മുകളിലുമുണ്ട്. അതിന് അവർ കണ്ടെത്തുന്ന മാർഗം ഈ PM-ശ്രീ പദ്ധതി നടപ്പാക്കുമ്പോൾ ഉപാധികളോടുകൂടി നടപ്പാക്കാം എന്നുള്ളതാണ്. കേന്ദ്രത്തിൻ്റെ വിദ്യാഭ്യാസ ചട്ടങ്ങളോ കേന്ദ്ര നിർദ്ദേശപ്രകാരമുള്ള സിലബസുകളോ പഠിപ്പിക്കാതെ ഈ PM-ശ്രീ പദ്ധതിയുടെ ഫണ്ട് മാത്രം ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു നീക്കം മുന്നോട്ട് വെക്കുക എന്നുള്ളതാണ്. അതിൽ ലീഗിൻ്റെ ഭാഗത്തു നിന്നൊക്കെ PM-ശ്രീ പദ്ധതി പൂർണ്ണമായും ഒഴിവാക്കണം എന്നൊരു നിർദ്ദേശം കൂടി വന്നിട്ടുണ്ട്. ഏതായാലും ഇതിനിടയിൽ ഒരു തീരുമാനം ഉണ്ടാകുമോ എന്നുള്ളതാണ് കാത്തിരുന്ന് കാണേണ്ടത്.